നമ്പൂതിരിയുടെ മകനാണെന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എഴുത്തച്ഛൻ ഒരു നമ്പൂതിരിങ്ങനെ നടന്നു പോയിരുന്നു. നല്ല ജ്യോതിഷ പണ്ഡിതനായിരുന്നു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളുടെയൊക്കെ ഒരു നില കണ്ടപ്പോൾ ഇപ്പോൾ ഒരു പുത്രൻ ജനിച്ചാൽ അയാൾ മഹാപണ്ഡിതനായി തീരുമെന്ന ഉൾവിളി, അന്തർജ്ഞാനം അയാൾക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത് കണ്ട ഒരു ശൂദ്രഭവനത്തിൽ കയറി ഒരു സ്ത്രീയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ ആ സന്തതി എന്നിലുണ്ടാകട്ടെ എന്ന് അവർ പറഞ്ഞു എന്നു. അങ്ങനെ ഉണ്ടായതാണ് എഴുത്തച്ഛൻ എന്നും പറയുന്ന കഥ ഈ സാഹിത്യ ചരിത്രം ഉൾപ്പെടെയുള്ള ചരിത്രത്തിലുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സാഹിത്യ ചരിത്രം എടുത്ത് നോക്കിയാൽ അതിൽ എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു നമ്പൂതിരി പണക്കിഴി കുളക്കടവിൽ വെച്ച് കുളിക്കാനിറങ്ങി പശു ചാണം വരാൻ വന്നത് ഒരു ശൂദ്രസ്ത്രീയായിരുന്നു. ഈ കിഴി തിരിച്ച് നമ്പൂതിരി എത്തിയപ്പോ അനുഗ്രഹിച്ചു എഴുത്തച്ഛനായി. അങ്ങനെ നമ്പൂതിരിയുടെ അനുഗ്രഹമോ നമ്പൂതിരിയുടെ ബീജാദാനമോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ശൂദ്രൻ ഇങ്ങനെ പണ്ഡിതനായത്? അതാ ആ വൈരുദ്ധ്യം പരിഹരിക്കലായിരുന്നു ആ കഥകളുടെ ലക്ഷ്യം. ഇന്ന് നമ്മളുടെ വൈരുദ്ധ്യങ്ങൾ വേറെ ചിലതാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഭരതൻ ആനോയുടെ നോവലിലെ രംഗത്തെ കുറിച്ച് പറഞ്ഞത്. ഇന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ എഴുത്തച്ഛനൊരു കീഴാള സ്വത്വബോധത്തിന്റെ പ്രതിനിധിയാണ് എന്ന് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ചിലരുടെ ലക്ഷ്യമാണ്. അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ സവർണ സങ്കല്പങ്ങളുടെ പ്രതിനിധിയായി അവതരിപ്പിക്കുക എന്നത് മറ്റു ചിലരുടെ ലക്ഷ്യമാണ്. ഏതായാലും കഥകൾ എപ്പോഴും നിലനിൽക്കുന്ന സാമൂഹ്യ വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് എഴുത്തച്ഛനെ കുറിച്ച് ഒരു കഥ എഴുതുന്ന എഴുത്തുകാരി ഈ സംഘർഷങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത്. ഉണ്ടാക്കി വെച്ച ധാരാളം കഥകളുണ്ട്. ഓരോ കാലഘട്ടത്തിന്റെയും സംഘർഷങ്ങൾക്കും സങ്കീർണതകൾക്കും അനുസരിച്ച് മനുഷ്യർ സൃഷ്ടിച്ചു വെച്ച വിത്തുകൾ. അത് ഒരു കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള കെട്ടുകഥകളായിരുന്നെങ്കിൽ ഇന്നത് നോവലുകളാവാം, സിനിമകളാവാം. എഴുത്തച്ഛനെ പറ്റി സിനിമ ഉണ്ടായിരുന്നില്ല. ആ സിനിമ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സാമൂഹ്യ സംഘർഷങ്ങളെ മീഡിയേറ്റ് ചെയ്യുന്ന, സമീകരിക്കുന്ന ഒന്നിനെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഒരു കാലത്ത് അത് ഐതിഹ്യങ്ങളും മിത്തുകളുമായിരുന്നെങ്കിൽ ഇന്നത് സാഹിത്യമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഒരു എഴുത്തുകാരിയുടെ നില. അപ്പൊ എങ്ങനെയാണ് താൻ ഈ ദൗത്യം നിർവഹിക്കുക എന്നതാണ് വാസ്തവത്തിൽ ശ്രീജയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രതിസന്ധി. ഏത് എഴുത്തച്ഛനെ സ്വീകരിക്കണം? ഈ പറഞ്ഞ പോലെ കീഴാള സ്വത്വത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ എഴുത്തച്ഛനുണ്ട്, ഒരു പൊളിറ്റിക്കൽ എഴുത്തച്ഛൻ എന്ന് പറയാം. അതല്ലെങ്കിൽ എഴുത്തച്ഛനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സവർണതയുടെയും ഒക്കെ ബിംബമായി സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ ആശയലോകത്തെ പിൻപറ്റിയ ഉടൽകൊണ്ട ജാതിയാണ് എഴുത്തച്ഛൻ. കേരളത്തിൽ സവർണത അടിച്ചുറപ്പിച്ചത് എഴുത്തച്ഛനാണ് എന്ന് പറയുന്ന ധൈഷണികർ നമ്മുടെ ഇടയിലുണ്ട്. അത് വേറൊരു ആദ്യം പറഞ്ഞ കീഴാള പക്ഷപാതിയായ എഴുത്തച്ഛന്റെ നേരെ വിപരീത പക്ഷത്ത് നിൽക്കുന്ന സവർണ എഴുത്തച്ഛനുണ്ട്. ഇതിൽ ഏത് എഴുത്തച്ഛന്റെ കൂടെയാണ് നിൽക്കുക? ഇതൊക്കെ പൊളിറ്റിക്കലാണ്. എന്നാൽ ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ശുദ്ധ എഴുത്തച്ഛൻ, അതാണ് സാഹിത്യം. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എഴുത്തച്ഛന് മലയാള ഭാഷയുടെ പിതാവ്, അതാവുമ്പോൾ പിന്നെ ആർക്കും ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിതാവ് എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അപ്പൊ മലയാള ഭാഷയുടെ മാതാവാരാണ് എന്ന ചോദ്യം ഉയർന്നു വരുന്നത് പുതിയ കാലത്താണ്. ഇതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞ കുട്ടികൾ ചോദിക്കും, അപ്പൊ ആരാണ് മാതാവ് എന്ന് ചോദിക്കും. അപ്പൊ എങ്കിലും നമ്മൾ തൽക്കാലം നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമം കണക്കെ ശരണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ എഴുത്തച്ഛനെ നമ്മൾ ഭാഷയുടെ പിതാവായി, സാഹിത്യത്തിന്റെ പിതാവായി ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കലായിട്ടുള്ള അർത്ഥസൂചനകളിൽ നിന്ന് എഴുത്തച്ഛനെ കഴുകിയെടുത്ത് വൃത്തിയിൽ സൂക്ഷിക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തിയിട്ടുള്ളതാണ് അക്കാഡമിക് എഴുത്തച്ഛൻ. അങ്ങനെ പലതരം എഴുത്തച്ഛനാണ്. ഇതിൽ ഈ പറഞ്ഞ കീഴാള സ്വത്വബോധം, സവർണ എഴുത്തച്ഛൻ,
ഈ അക്കാഡമിക് എഴുത്തച്ഛൻ. ഇനി ഇതൊന്നും അല്ലാതെ നമ്മുടെ നാട്ടിൽ സാധാരണ മനുഷ്യര് കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ എഴുത്തച്ഛനെടുത്ത് നോക്കാം, മോക്ഷം കിട്ടാനുള്ള എഴുത്തച്ഛൻ. അതാണ് അങ്ങനെ ഒരു എഴുത്തച്ഛൻ. അപ്പൊ ഈ ഇങ്ങനെയൊക്കെ കിടക്കണ ഈ എഴുത്തച്ഛന്റെ ഇടയിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഷീജ ചെയ്യണം. വളരെ വളരെ ശ്രമകരമായ ജോലിയാണ്. നേരത്തെ പറഞ്ഞ ശരിയെന്ന്. ഒരിക്കൽ ഞങ്ങളുടെ ഈ പബ്ലിക്കേഷൻ, അതായത് ഈ പ്രസിദ്ധീകരണ സമിതിയുടെ മീറ്റിംഗ് വന്നപ്പോ ആരോ ഒരാൾ പറഞ്ഞു, ഈ എഴുത്തച്ഛനെ കുറിച്ചുള്ള ബാലസാഹിത്യ കൃതികളൊന്നും നമുക്കില്ല. അതുണ്ടായ നമുക്ക് ഈ പിന്നെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടൊക്കെ എന്താണ് ഒരു കരാറുണ്ടാക്കിയ കുറെ പുസ്തകം വിറ്റ് പോകും സ്കൂളുകളിലേക്കൊക്കെ, വായനാ മത്സരത്തിലൊക്കെ ഉൾപ്പെടുത്തിയാൽ അതൊരു സാധ്യതയാണെന്ന് ആരോ പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഏൽപ്പിക്കാം, അനിലാരും ആളെ നോക്കണം എന്ന് ആ സമിതിയിലെ ചിലർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആകെ വന്ന പേര് ഷീജയുടെ പേരാണ്. അപ്പൊ അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഷീജനെ വിളിച്ചു. അപ്പൊ ഷീജ ദേവി എന്റെ പണി തോന്നി, എനിക്കിതിലൊരു ബുദ്ധിമുട്ടില്ല. പിന്നെയാണ് ഷീജയ്ക്കാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത്. ഇങ്ങനെ പരന്നു കിടക്കണ ഈ എഴുത്തച്ഛൻ അർത്ഥത്തിൽ ഒരു കാടാണ്. എഴുത്തച്ഛൻ എന്ന് പറയുന്ന രൂപകങ്ങൾ പല 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 രൂപത്തിൽ കിടക്കുന്ന ഈ എഴുത്തച്ഛൻ കാട്ടിലൂടെയാണ് ഈ യാത്ര. അതിൽ നിന്ന് എന്ത് തിരഞ്ഞെടുക്കണം, ഏതിനെ ഒഴിവാക്കണം എന്ന വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഷീജ ഇതിനകത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അത് വലിയ പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഒരു ആദ്യ വായനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ ഈ കഥ പറയും എന്നുള്ളതാണ്. കഥയിൽ എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ പറയും എന്നുള്ളതാണ്. അതിന് സാധാരണ എല്ലാ എഴുത്തുകാരും ചെയ്യുന്നത് പോലെ ചില സൂത്രപ്പണികൾ ഷീജ ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഡോക്ടർ കരുതൻ പറഞ്ഞ കോമാളി. ഈ ഫാന്റസിയിലേക്ക് പോയാലുള്ള ഗുണം എന്താ വെച്ചാൽ മനുഷ്യന്മാർ തൊട്ട് വൃത്തികേടാക്കിയ സാധനങ്ങൾ നമുക്കൊന്ന് രക്ഷപ്പെടാം. മനുഷ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് വളരെ വളരെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒട്ടി നിൽക്കേണ്ടി വരും. ഇത് അതിന് പകരം അപ്പൂപ്പൻഡാണി പോലെയുള്ള ഒരു കോമാളിയുടെ മുകളിൽ ഈ നിള എന്ന് പറയുന്ന പെൺകുട്ടി നടത്തുന്ന ഒരു യാത്ര, അയാൾ കൊണ്ടുപോകുന്ന ദേശങ്ങൾ, അയാൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, അത് വാസ്തവത്തിൽ എഴുത്തുകാരി ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കുന്ന ഒരു രക്ഷാമാർഗം. ആ കോമാളി അങ്ങനെ ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ്. വാസ്തവത്തിൽ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി തൊട്ട് നശിപ്പിച്ച് കളഞ്ഞ ഈ നന്മകളെ ആ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു രൂപകമാണ് കോമാളി. അയാൾ മനുഷ്യനല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വാസ്തവത്തിൽ ഷീജ കണ്ടെത്തുന്ന ഈ പറഞ്ഞ ഒരു ബദൽ രൂപകമാണ് ഇതിലെ കോമാളി എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ അത് ഒരു ഘട്ടത്തിൽ നമുക്ക് ലോകം കാണിച്ചു തന്നാണ് എഴുത്തച്ഛൻ. നമുക്കറിയാം ഈ ജീവിതം വളരെ നിസ്സാരമാണ് എന്ന്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം പോരടിക്കുമ്പോഴേക്കും നിങ്ങളുടെ ആയുസ് തീരുന്നു. ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിന്റെ രണ്ടിന് മുകളിൽ വീഴുന്ന ഒരു വെള്ളത്തുള്ളി പോലെ ക്ഷണികമാണ് മനുഷ്യ ജീവിതം എന്നൊക്കെ പറഞ്ഞു തന്ന എഴുത്തച്ഛനെ നമ്മൾ ഈ പറഞ്ഞ പോലെ പല കല്ലുകളിലാക്കി പലതാക്കി നിരന്തരം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഇമേജ് ആണ് ഈ കോമാളി. മാത്രമല്ല ഈ ഇതിലെ കഥാപാത്രങ്ങൾ അധികവും സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിള ഒരു പെൺകുട്ടിയാണ്, നിളയുടെ കൂടെ വേറൊരു പെൺകുട്ടിയുണ്ട്. പിന്നെ ഈ എഴുത്തച്ഛനിലേക്ക് ഈ കുട്ടിയെ നയിക്കുന്നത് ഷാഹിദ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. ജാനകി എന്നുള്ള പേര് ഇപ്പോ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇനി ഷീജയ്ക്കെതിരെ ഈ കേസ് വരുമെന്ന് എനിക്കറിയില്ല. ഷാഹിദ എന്നാണ് ആ ടീച്ചറുടെ പേര്. ഇതിലേറെ വലിയ ഒരു തുകിലുണ്ടാവാൻ വേറെ സാധ്യതയില്ല. എഴുത്തച്ഛനിലേക്ക് വാസ്തവത്തിൽ നിളയെ കൊണ്ടുപോകുന്നത് ഷാഹിദ ടീച്ചറാണ്. ഷാഹിദ ടീച്ചർ വളരെ മനോഹരമായിട്ട് ഈ രാമായണം ചൊല്ലുന്നുണ്ട് ക്ലാസ്സിൽ. അതാ ഞാൻ പറഞ്ഞു. അപ്പോ വാസ്തവത്തിൽ ഈ സാഹിത്യത്തിന്റെ ഒരു മൂല്യം, ചരിത്രത്തിന്റെ ഒരു കണ്ണ്, അതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.